നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ രണ്ടു പേരും കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് അല്പനാൾ മുമ്പ് പറഞ്ഞിരുന്നു. ആ ചത്ത സമ്പദ് വ്യവസ്ഥ ഇതാ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ പരസ്പരം ഒപ്പുവച്ചിരിക്കുകയാണ്. ഒരു വലിയ നേട്ടമാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന ചോദ്യം, ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെങ്കിൽ യൂറോപ്യൻ യൂണിയൻ 27 രാഷ്ട്രങ്ങളുടെ ഒരു സംഘമായ യൂറോപ്യൻ യൂണിയൻ, കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ ഈ ചത്ത സമ്പദ് വ്യവസ്ഥയോട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുമോ എന്ന ചോദ്യം ഇവിടെ വളരെ ശക്തമായി ഉയരുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇതിന് മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇതിന് ഉത്തരം പറയുമോ, ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ഒക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അന്ന് ട്രംപിൻ്റെ വായ്ത്താരിയെ പിന്തുണച്ച രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്തിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. അതറിഞ്ഞുകൂടാത്ത 2 പേർ, ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രണ്ടാമത്തത് ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനും എന്നാണ്. എന്നാൽ ഇന്ന് യൂറോപ്യൻ യൂണിയൻ 27 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്ന് നമ്മൾ അറിയണം. ഇന്ത്യൻ ഉൽപാദന മേഖലയെ വലിയ രീതിയിൽ വളർന്ന് വികസിക്കാൻ ഈ കരാർ കാരണമാകും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ മേഖല, ഈ നമ്മുടെ തുണി വ്യവസായം, അതിന് വലിയ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഈ കരാർ ഗുണം ചെയ്യും. അതുപോലെ രത്നങ്ങൾ, ആഭരണങ്ങൾ, ലെതർ, പാദരക്ഷകൾ തുടങ്ങിയവ അല്ലെങ്കിൽ ഈ മേഖലകളിലും ഈ കരാർ വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നാണ് കരുതുന്നത്. യൂറോപ്പിനും അതുപോലെ തന്നെയാണ്. ഈ കരാർ കൊണ്ട് നിരവധി നേട്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ലോകത്തിലെ ഓരോ നിക്ഷേപകനും ഓരോ ബിസിനസ്സുകാരനും ഈ ഇന്ത്യയിലുള്ള ഒരു വിശ്വാസം, ഇന്ത്യയിന്മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ കരാർ സഹായകരമാകും എന്ന് തീർച്ചയാണ്. നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ, രാഹുൽ ഏറ്റുപാടിയതുപോലെ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് എങ്കിൽ ഈ യൂറോപ്യൻ യൂണിയൻ ഇത്തരമൊരു സാഹസത്തിന് മുതിരുമോ? ഇനി യൂറോപ്യൻ യൂണിയൻ തെളിയിച്ചു തരികയല്ലേ ഇന്ത്യയുടേത് ചത്ത സമ്പദ് വ്യവസ്ഥയല്ല, ആർജവമുള്ള, ജീവനുള്ള, ചലിക്കുന്ന, വളരുന്ന, ലോകത്തിൽ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ന് യൂറോപ്യൻ യൂണിയന് പരിപൂർണമായും വിശ്വാസമുണ്ട് എന്നല്ലേ ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിലൂടെ തെളിയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഉത്തരം പറയുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി ഇക്കാര്യം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം 76ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചില സൂചനകൾ നൽകി. ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഒരു വെർച്വൽ മീറ്റിങ്ങിൽ പങ്കെടുക്കവേ ലോകത്തോട് ഈ വിവരം വിളിച്ചു പറയുകയാണ്. ഇന്നലെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു എന്ന ആ വിവരം. മാത്രമല്ല, നരേന്ദ്രമോദി ഈ കരാറിനെ കുറിച്ച് പറഞ്ഞത് ഇത് കരാറുകളുടെ അമ്മയാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഈ കരാറിൽ നിന്ന് നിരവധി ഉപകരാറുകൾ, നിരവധി പുതിയ കരാറുകൾ ഉണ്ടാകാൻ പോകുന്നു. അത് യൂറോപ്യൻ യൂണിയനിലെ ഓരോ രാഷ്ട്രങ്ങളുമായിട്ട് നമ്മൾ പ്രത്യേകം കരാറുകൾ ഇനി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യങ്ങളും അവരുടെ ഉൽപാദനവും ഒക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും അത് ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ബ്രിട്ടൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലില്ല. പക്ഷേ ആ ബ്രിട്ടനുമായിട്ട് ഇന്ത്യ
മറ്റ് പല കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അതിനെയും ഈ കരാർ ശക്തിപ്പെടുത്തും എന്നാണ് നരേന്ദ്രമോദി ഈ വെർച്വൽ മീറ്റിംഗിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇന്ത്യൻ ഉൽപാദന മേഖലയ്ക്ക് വലിയ, അതായത് ഉണർന്നു പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉൽപാദന മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ കരാറിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. നമ്മുടെ സാമ്പത്തിക വിദഗ്ധരും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും നയതന്ത്ര വിദഗ്ധരും വിദേശകാര്യ വിദഗ്ധരും ഒക്കെ ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന ആ ചില എട്ടുകാലി മമ്മൂഞ്ഞുമാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇടതുപക്ഷം എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർ ഏതൊരു കരാറിനും എതിര് നിൽക്കും. ഇവിടെ ഈ കരാറിനും അവർ എതിര് നിൽക്കുകയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എങ്കിലും അവരുടെ പ്രതികരണവും അറിയാൻ ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാജ്യം പട്ടിണിയില്ലാതെ, ഈ രാജ്യം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യം ഒക്കെ അതിൻ്റെ അളവ് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ 11 വർഷത്തെ മോദി ഭരണത്തിന് സാധിച്ചു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ GDP-യിൽ ഉണ്ടായിരിക്കുന്ന വർധനയും അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയും, ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുമെന്ന് തീർച്ചയാണ്. എന്തായാലും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതോടുകൂടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇന്ന് 4ാം സ്ഥാനത്ത് തുടരുന്ന സമ്പദ് വ്യവസ്ഥ 3ലേക്ക് എത്താൻ വേണ്ടി ജപ്പാനെ പിന്തള്ളി 4-ലെത്തി, അവിടെ നിന്ന് ജർമ്മനിയെ പിന്തള്ളി 3ലേക്ക് എത്താൻ വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവേകും എന്ന് തീർച്ചയാണ്. മാത്രമല്ല, 2027-28 കാലത്താണ് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന ഒരു പ്രവചനമാണ് സാമ്പത്തിക വിദഗ്ധർ നടത്തിയത്. ഇവിടെ ഇപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത്രയും സമയം വേണ്ടിവരില്ല. ഏതാണ്ട് 2027 മുമ്പ് തന്നെ നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും ചില സൂചനകളുണ്ട്. ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. ട്രംപ് ഈ താരിഫുകളെല്ലാം വർദ്ധിപ്പിച്ച് ഇറക്കുമതി തീരുവ, ഇരട്ട ചുങ്കം, പിഴച്ചുങ്കം ഇതൊക്കെ ഏർപ്പെടുത്തി ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് നമ്മളെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചപ്പോൾ ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങാതെ നട്ടല് നിവർത്തി തല ഉയർത്തി നിന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഭാരതം എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഭാരതത്തിൻ്റെ കരുത്തിനോടാണ് യൂറോപ്യൻ യൂണിയൻ സഹകരിക്കാനും ഒത്തുചേരാനും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കരുത്തുള്ള പങ്കാളിയെ, കരുത്തുള്ള വ്യാപാര പങ്കാളിയെ ആണ് യൂറോപ്യൻ യൂണിയൻ നേടിയിരിക്കുന്നത്. ഇന്ത്യയും അതുപോലെ തന്നെ കരുത്തുള്ള ഒരു രാഷ്ട്രം, സൈനികമായും സാമ്പത്തികമായും ഒക്കെ കരുത്തുള്ള 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഭൂവിഭാഗം അല്ലെങ്കിൽ ഈ രാഷ്ട്രം, അത് യൂറോപ്യൻ യൂണിയനോട് സൗഹൃദഹസ്തം നീട്ടിയിരിക്കുന്നു. ഒരുമിച്ച് പോകാം, ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് നേടാം എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ആപ്തവാക്യം. ആ ആപ്തവാക്യം തീർച്ചയായിട്ടും ട്രംപിന് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കാലങ്ങളോളം, അദ്ദേഹത്തിൻ്റെ മരണം വരെ ഭാവി പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന് തുടരാനും ഇതിലൂടെ സാധിച്ചേക്കും. അങ്ങനെ ഒരു നേട്ടമാണ് നമ്മുടെ ഗവൺമെൻറ് നേടിയിരിക്കുന്നത്, നമ്മുടെ രാജ്യം നേടിയിരിക്കുന്നത്. എന്തായാലും BJP-ക്ക് ആശ്വസിക്കാം, അവർക്ക് തല ഉയർത്തി അഭിമാനത്തോടെ പറയാം, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മുമ്പെങ്ങുമില്ലാത്ത നേട്ടങ്ങൾ ഈ രാജ്യം കൈവരിച്ചിരിക്കുന്നു. ഇത് BJP-യുടെ സംഭാവനയാണ് ഈ രാഷ്ട്രത്തിന്. നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്യാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർക്കും അഭിമാനത്തോടെ പറയാം. എന്തായാലും നമ്മുടെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ തീർച്ചയായിട്ടും നാട്ടുകാർ എങ്ങനെയാണ്, നമ്മുടെ രാജ്യത്തെ പൗരന്മാർ, ജനങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടതുമാണ്.